വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിൽ സ്വപ്ന സുരേഷ് അടക്കം 6 പ്രതികൾക്കെതിരെ CBI കുറ്റപത്രം. സന്തോഷ് ഈപ്പനാണ് ഒന്നാം പ്രതി. സന്ദീപ് നായർ, സരിത്ത്, സ്വപ്ന സുരേഷ് എന്നിവരും പ്രതികളാണ്. എറണാകുളം CJM കോടതിയിലാണ് CBI കുറ്റപത്രം നൽകിയത് എന്നാണ് ഇപ്പോൾ വിവരം പുറത്തുവരുന്നത്. ഡാനി ഇപ്പോൾ ചേർന്നു. ഡാനി, കുറച്ച് നാളായി ഈ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിന്റെ വഴികളെക്കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു. പക്ഷേ CBI സമാന്തരമായി അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ കുറ്റപത്രത്തിലെ പ്രധാന പ്രതികളിൽ ഒരാൾ സ്വപ്ന സുരേഷാണ്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? കാര്യങ്ങൾ കടുക്കുകയാണോ ഈ പ്രതികളെ സംബന്ധിച്ചിടത്തോളം? രഞ്ജിത്ത്, ഇപ്പോൾ കുറ്റപത്രം CBI ആദ്യഘട്ട ഒരു കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. എറണാകുളം CJM കോടതിയിൽ നൽകിയിരിക്കുന്ന ആദ്യഘട്ട കുറ്റപത്രത്തിൽ 6 പേരാണ് പ്രതികളായിട്ടുള്ളത്. നമുക്കറിയാം, ഈ കേസിൻ്റെ ഒരു പശ്ചാത്തലം അറിയാം. ഈ പ്രളയബാധിതർക്ക് വേണ്ടി ഫ്ളാറ്റ് സമുച്ചയവും ആശുപത്രിയും നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പദ്ധതി തയ്യാറാകുന്നത്. അതിന് UAE ആസ്ഥാനമായ റെഡ് ക്രസൻറ്റ് എന്ന സ്ഥാപനം, അതൊരു ജീവകാരുണ്യ പ്രവർത്തന സ്ഥാപനം, അവർ 21 കോടി രൂപയാണ് ഈ പദ്ധതിക്ക് വേണ്ടി നൽകുന്നത്. അത് ലൈഫ് മിഷനാണ് ഈ പദ്ധതിയുടെ നടത്തിപ്പുകാർ എന്ന രീതിയിലേക്ക് വന്നത്. എന്നാൽ ഇത് യാതൊരു രീതിയിലുള്ള ഒരു ടെൻഡർ നടപടികൾ ഇല്ലാതെ തന്നെ ഒരാൾക്ക് കൈമാറുന്നു. അതിൽ കേസിൽ ഒന്നാം പ്രതിയായ സന്തോഷ് ഈപ്പൻ അവർക്ക് കൈമാറുന്നു. സന്തോഷ് ഈപ്പൻ്റെ കമ്പനികളായ യൂണിടാക്ക്, അതോടൊപ്പം തന്നെ സെയിൻറ്റ് വെഞ്ചേഴ്സ് എന്ന 2 കമ്പനികളാണ് ഇയാൾക്കുള്ളത്. ഈ കമ്പനികൾക്ക് യാതൊരു രീതിയിലുള്ള നിബന്ധനകളും പാലിക്കാതെ കൈമാറുന്നു, നടപടികൾ പാലിക്കാതെയാണ് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. ഇതിലെ കൃത്യമായ രീതിയിൽ അതിൽ അഴിമതി നടന്നിരിക്കുന്നു എന്നതാണ് തുടക്കത്തിൽ തന്നെ CBI കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ CBI കുറ്റപത്രത്തിൽ പറയുന്നത്, ഇതിൽ ആദ്യഘട്ടത്തിൽ തന്നെ 4 കോടിയോളം രൂപ ഇതിൽ നിന്ന് കമ്മീഷൻ എന്ന രീതിയിൽ തന്നെ, അത് കൈക്കൂലി എന്നായി തന്നെയാണ് കണക്കാക്കാൻ കഴിയുക എന്നാണ് CBI പറയുന്നത്. അതിൽ സരിത്തും സന്ദീപും സ്വപ്നയും സന്തോഷ് ഈപ്പനും ചേർന്ന് 4 കോടി രൂപയോളം കൈവശപ്പെടുത്തുകയും ചെയ്യുന്നു. പിന്നീട് അതിൽ നിന്ന് 5 കോടി രൂപ ലാഭവീതം എന്ന രീതിയിൽ സന്തോഷ് ഈപ്പൻ തന്നെ മാറുന്നു. യഥാർത്ഥത്തിൽ ഈ 21 കോടി രൂപ നൽകിയതിൽ ഏതാണ്ട് 10 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ CJM കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ സന്തോഷ് ഈപ്പനാണ് ഒന്നാം പ്രതി. ഇദ്ദേഹത്തിൻ്റെ കമ്പനികളായ സെയിൻറ്റ് വെഞ്ചേഴ്സ് 2ാം പ്രതിസ്ഥാനത്തുണ്ട്. 3ാം പ്രതി യൂണിടാക്ക് എന്ന കമ്പനിയിലേക്ക് വരുന്നു. ഒപ്പം തന്നെയാണ് പിന്നീട് ഈ സന്ദീപും അതോടൊപ്പം തന്നെ സരിത്തും ഒപ്പം സ്വപ്ന സുരേഷും ഈ കേസിലെ മറ്റു പ്രതികളായിട്ട് മാറുന്നു. അങ്ങനെ 6 പ്രതികളാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ശിവശങ്കർ, മുൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിനെതിരെയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഈ പ്രതിപട്ടികയിൽ ലൈഫ് മിഷൻ പ്രതിസ്ഥാനത്തുണ്ട്. അതുകൂടി എടുത്തു പറയേണ്ടതാണ്. ലൈഫ് മിഷനും പ്രതിസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. ലൈഫ് മിഷൻ്റെ CEO ആയിരുന്ന UV ജോസിനെ അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്തിരുന്നു. ഈ ശിവശങ്കറിനും അതോടൊപ്പം തന്നെ UV ജോസിനും എതിരെയുള്ള നടപടിക്രമങ്ങൾ, ഇനി കുറച്ചുകൂടി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി പൂർത്തിയാകുകയാണ് എന്നതുകൂടി CBI കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനമായും ശിവശങ്കറിനെതിരെ അടക്കം ഈ വിജിലൻസ് കേസ് കൂടി സമാനമായ രീതിയിൽ നടക്കുന്നുണ്ട്. ഫയലുകൾ വിട്ടുകിട്ടാനുള്ള ഒരു താമസമടക്കം CBI കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിടുന്നു എന്നത് നേരത്തെയും കോടതിയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയാകുകയാണ്. 2ാം ഘട്ട കുറ്റപത്രത്തിലേക്ക് വരുമ്പോൾ ഇവർ പ്രതിസ്ഥാനത്തേക്ക് വരുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും 1ാം ഘട്ട കുറ്റപത്രം കേസിൽ CBI സമർപ്പിച്ചിരിക്കുന്നു. ലൈഫ് മിഷൻ കൂടി ഈ കേസിൽ പ്രതിസ്ഥാനത്തുണ്ട് എന്നതാണ് പറയേണ്ടത്. രഞ്ജിത്ത്, ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണത്. ലൈഫ് മിഷൻ കേസ്, വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസ്, അത് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്തൊക്കെ വലിയ ചർച്ചയായ കേസുകളാണ്. അതിനുശേഷമാണ് ഇപ്പോൾ അതിൽ അല്പനാളുകൾ ഒന്ന് ജീവൻ വെക്കാതിരിക്കുന്ന പശ്ചാത്തലമായിരുന്നു. ഇപ്പോൾ സ്വപ്ന സുരേഷ് അടക്കം 6 പ്രതികൾക്കെതിരെ CBI കുറ്റപത്രം സമർപ്പിച്ചു. കോടികളുടെ ഇടപാട്, കോടികളുടെ കമ്മീഷനൊക്കെ ഒരുപാട് നാൾ നമ്മൾ ചർച്ച ചെയ്താണ്. അതിനുശേഷം വിസ്മൃതിയിലാണ്ട ഒരു കേസാണ് ഇപ്പോൾ വീണ്ടും ജീവൻ വെക്കുന്നത്. സ്വപ്ന സുരേഷ് അടക്കം ഈ കേസിൽ പ്രതികളാണ് എന്ന് പറയുമ്പോൾ അത് വിചാരണ അടക്കം നേരിടേണ്ടി വരും. ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലേക്ക് കോടതി കടക്കുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.